റീസെൻറ്റ് സ്റ്റഡീസ് പ്രകാരം ക്യാൻസറിനുണ്ടാകുന്ന ജനറ്റിക് മ്യൂട്ടേഷൻ പോലെയുള്ള മ്യൂട്ടേഷനാണ് എൻഡോമെട്രിയോസിസിനും കണ്ടുവരുന്നത്. പക്ഷേ എൻഡോമെട്രിയോസിസ് ഒരിക്കലും ക്യാൻസർ അല്ല, അതിരുന്ന് ക്യാൻസർ ആകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പിന്നെ എന്താണ് ഈ ജനറ്റിക് മ്യൂട്ടേഷൻ കൊണ്ടുള്ള പ്രത്യേകത? നമുക്കെല്ലാവർക്കും അറിയാം, ക്യാൻസർ അത് ഏത് അവയവത്തിലാണോ ഇരിക്കുന്നത് അതിനെ കാർന്ന് തിന്നുന്നു. ആ ഒരു സിമിലർ ആക്ഷൻ തന്നെയാണ് എൻഡോമെട്രിയോസിസിലും. അത് ഏത് അവയവത്തിലാണോ ഇരിക്കുന്നത് അതിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് നശിപ്പിക്കുന്നു. ഇപ്പോൾ അത് ഓവറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ നോർമൽ ഓവറിനെ ഡാമേജ് ചെയ്തിട്ട് അതിൻ്റെ ഓവറിയൻ റിസർവ് കുറയ്ക്കുന്നു. ബവലിലാണ് ഇരിക്കുന്നതെങ്കിൽ ബവലിൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകുന്നു. ലങ്സിലായിരിക്കുന്നെങ്കിൽ അപ്പോൾ ന്യൂമോതൊറാക്സ് ഉണ്ടാക്കുന്നു. സോ ഏത് അവയവത്തിലാണോ ഇരിക്കുന്നത് അതിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് നശിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി എൻഡോമെട്രിയോസിസിനുണ്ട്. ഇതിനാണ് നമ്മൾ ഡീപ്പ് ഇൻഫിൽട്രേറ്റിംഗ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇവിടുത്തെ കീ പോയിന്റ്? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഏർലി ട്രീറ്റ്മെൻറ്റ്. ഏർലി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ ഈ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ നോർമൽ ഓർഗൻസിൻ്റെ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.